RSSന്റെ രീതിയിൽ പരിപാടി ആചരിക്കണമെന്ന നിർബന്ധത്തെ തുടർന്ന് കൃഷി വകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഒഴിവാക്കിയിരിക്കുന്നു. പരിപാടികളിൽ RSS പിന്തുടരുന്ന രീതിയിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ ഈ പരിപാടി ഈ രീതിയിൽ നടത്താൻ സാധിക്കില്ലെന്ന് കൃഷി മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ പരിപാടി നടത്തണമെങ്കിൽ ഇത്തരത്തിൽ തന്നെ നടത്തണമെന്ന നിർബന്ധം ഗവർണറും എടുത്തു. ഒപ്പം രാജ്ഭവനും ഈ നിലപാട് കൈക്കൊണ്ടു. ഇതോടെ സർക്കാർ പരിപാടിയിൽ ഈ രീതി ഉൾപ്പെടുന്നതല്ലെന്ന് കൃഷി മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. പിന്നാലെ രാജ്ഭവനിൽ നിന്ന് പരിപാടി ഒഴിവാക്കുകയും ചെയ്തു. അവസാന നിമിഷമായിരുന്നു രാജ്ഭവൻ പരിപാടിയിൽ ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയത്. ഇതേ തുടർന്നാണ് സർക്കാർ പരിപാടി രാജ്ഭവനിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തത്. പകരം പരിപാടി സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലേക്ക് മാറ്റി പരിപാടി കൃഷിമന്ത്രി തന്നെ നടത്തുകയും ചെയ്തു. വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു നടത്തി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റമാണ് രാജ്ഭവനിൽ ഇന്നലെ വൈകിട്ടുണ്ടായത്. രാജ്ഭവനിൽ ഉപയോഗിക്കാൻ വെച്ച ചിത്രം പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രവുമായിരുന്നില്ല. ഗവർണറുടെ ഓഫീസ് അയച്ചു തന്ന ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. രാജ്യത്ത് RSS മാത്രം ഉപയോഗിക്കുന്ന ചിത്രമാണ് ഇതെല്ലാവർക്കും അറിയാം. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ ഇത് തീരുമാനിച്ചത് എന്താണെന്ന് സാഹചര്യം അറിയില്ല. ഈ ചിത്രം ഉപയോഗിക്കണമെന്ന ശാഠ്യം അവിടെ നിന്ന്, അതായത് രാജ്ഭവനിൽ നിന്നുണ്ടാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ സർക്കാരിന് കഴിയില്ല. ഈ ബുദ്ധിമുട്ട് രാജ്ഭവനെ സർക്കാർ അറിയിച്ചിട്ടാണ് പരിപാടി സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് മാറ്റിയതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഉണ്ടായത്. രാജ്ഭവനിൽ നേരത്തെ സമാനമായ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന് ഭരണഘടന പറയുന്നിടത്ത് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകും? ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണഘടന ചുമതലയില്ലാത്ത ബാഹ്യശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൃഷി വകുപ്പിന്റെ പരിപാടിയിൽ നാളെ മുതൽ അരിവാൾ ചുറ്റിക പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും അത് വ്യാഖ്യാനിക്കപ്പെടുക? ഭരണഘടന പറയാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. മതനിരപേക്ഷ കേരളത്തിന് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതാണ് നടന്നിരിക്കുന്നത്. ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും രാജ്ഭവന്റെ ഈ നീക്കം പലരെയും സഹായിക്കുന്നതാണെന്ന പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റ ശേഷം അടുത്തിടെ ഒരു പ്രഭാഷണ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പ്രഭാഷകനായി വന്നതാകട്ടെ RSS വേദികളിൽ നിത്യ സാന്നിധ്യം അറിയിക്കുന്ന ഒരു പ്രഭാഷകനും. ഇതുപോലെ ഓരോ സമയത്തും പരിപാടികൾ സംഘടിപ്പിച്ച് ഗവർണർ ചെയ്യുന്നത് എന്താണെന്നാണ് ഇപ്പോൾ ജനമുയർത്തുന്ന ചോദ്യം.